നല്ല തറവാട്ടി പറഞ്ഞ ചെക്കന്മാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക് വായിക്കേ. അത് വായിക്കാൻ യുവാവ് പോലും ഇല്ല. പിന്നെയല്ലേ തറവാട്ടി പറഞ്ഞത്. എല്ലാം യുവതി മാത്രമേ ഉള്ളൂ. കുറെ പെണ്ണുങ്ങളുണ്ട് കല്യാണം കഴിക്കാൻ. യുവതികളെ ആർക്ക് വേണം? അച്ഛനൊന്നും കെട്ടിക്കട്ടെ. നിന്റെ അമ്മയോട് ചോദിക്കും. ആ അയ്യോ ഒന്ന് കെട്ടിയത് തന്നെ ഇവിടെ മതിയായിരിക്കാണ്. അപ്പൊ അറിയാം. എന്നിട്ടാണ് എന്ത് കെട്ടിക്കാൻ നോക്കുന്നത്. എന്റെ ഭാര്യനെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ആ അല്ല അതൊക്കെ പോട്ടെ, എന്നെ കെട്ടിക്കണൊക്കെ മാറ്റി വെക്ക്. അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നു? ഞാൻ ഗുളിയെല്ലാം കഴിച്ചു. ഇന്നലത്തെ കാര്യമല്ല, ഇന്നത്തെ കാര്യം ചോദിച്ചത്. എന്റെ കുട്ടി, ഞാൻ ഇന്നത്തെ ഗുളിയും കഴിച്ചു. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടിരിക്കുക. ഞാൻ ഉടനെ ചെയ്തോ? അല്ല ഇതേ ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചതാ. അപ്പോഴേക്കാണ് നിന്റെ മാമന്റെ ഫോൺ വന്നത്. അപ്പൊ അതിൽ ഞാൻ മറന്നുപോയി. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. ഓ കഴിക്കാവേ. ആ ഇതിപ്പോ ഇന്ന് ഒരു പ്രാവശ്യത്തിന് ഇങ്ങനെ ചെക്കപ്പിന് ചെല്ലുമ്പോ നല്ല വഴക്ക് കിട്ടിക്കോളും. അതാണ്. അല്ല ഇപ്പൊ ഈ ഗുളിക കഴിച്ചോണ്ട് കാര്യമില്ലല്ലോ. ബൈപ്പാസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കണേ. ബൈപ്പാസ് ചെയ്യണം. പൈസ വേണ്ടേ? ഞാനിപ്പോ അതല്ല ഓർക്കണത്. എവിടെ ആരുടെയെങ്കിലും കൂടെ കൈപിടിച്ചു വിടണ്ടേ? എന്റെ അച്ഛ, എന്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആരുടെയെങ്കിലും കൈ പിടിച്ച് പൊക്കോളാം. എന്താടി? ആരുടെയെങ്കിലും കൈ പിടിച്ച് പോന്നോ? ഏയ് എന്റെ മണ്ടു, അവളൊരു തമാശ പറഞ്ഞല്ലേ. ആ തമാശ ഒന്നും ഇവിടെ വേണ്ട. അയ്യോ എന്റെ കുട്ടി അങ്ങനെ ഒന്നും പോവില്ല. ഞാനങ്ങനെ ആലോചിക്കായിരുന്നു മണ്ടു, നമുക്ക് ഈ വീടും പറമ്പും കൂടെ വിലയ്ക്കും കൂടെ വിറ്റാലോ? അപ്പോ നമുക്ക് സർജറി നടത്താം, എവിടെ കല്യാണം നടത്താം, ബാക്കി കാശിന് നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് സ്ഥലവും മേടിക്കാം. എന്താ മൂന്നാളും പാടെ മീറ്റിംഗ് കൂടണേ? മോളവിടെ ഇരുന്നോളി. അല്ല കോയക്ക, നിങ്ങൾ ഈ വെയിലത്ത് കുട പിടിക്കാണ്ട് ഇതിങ്ങനെ കുത്തി മടക്കി നടന്നിട്ട് കാര്യമുണ്ടാ? അല്ല ഞാനേ ഇതിപ്പോ വെയിൽ കൊള്ളാത്തതിന് മാത്രല്ല ഇതൊരു ബല. അതെ കോയക്കായ്ക്ക് ചായ ഒന്നും കൊടുക്കണ്ട, ഒരു സാധനം വെക്കണ്ട. ഞാനേ കുടുംബത്തിന്ന് ഇറങ്ങുമ്പോ ഞാൻ കഴിച്ചേ, പിന്നെ പോരണ വെക്കാൻ നമ്മുടെ മധുവിന്റെ ചായപ്പിടി എന്നൊരു ചായ അവിടുന്ന് കുടിച്ചു. ഭാര്യയുടെ നല്ല ചായ കുടിച്ചിട്ട് പിന്നെന്തിനാ ചായക്കടയിൽ പോയി കുടിക്കണേ? അതിപ്പോ എന്താച്ചാലേ ചായപ്പീടിയെന്നൊരു ചായ ഒരു കടിയൊക്കെ കഴിക്കണത് ഒരു ഹര. അതൊന്നും അല്ല പണ്ടു, അത് ചായപ്പീടികയില് കുറെ കൂട്ടുകാരുണ്ട്, അവരോടൊന്ന് കൊതിയും നുണയൊക്കെ പറഞ്ഞിട്ടേ അല്ലേ. മധുവിന്റെ ചായക്കടയില് കടിയൊക്കെ എങ്ങനെയുണ്ട്, പലഹാരങ്ങളൊക്കെ? ലാഭാഹം എടുക്കാനാണല്ലോ. അത് ഓർക്കുമ്പോ വായില് വെള്ളം ഊറുക. എനിക്ക് കഴിക്കാൻ പാടില്ലല്ലോ, എനിക്കൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അതെ ബൈപ്പാസ് കഴിഞ്ഞാ ഒരെണ്ണൊക്കെ കഴിക്കാതൊക്കെ. അല്ല അതേത് ഡോക്ടറാ പറഞ്ഞത്? ഡോക്ടറല്ല, അല്ല അങ്ങനെ പൊതുവെ നമ്മള് നാട്ടുകാര് പറയുമല്ലോ. നാട്ടുകാര് പറയണമെന്ന് അച്ഛൻ കേക്കണ്ട കേട്ടോ. അച്ഛൻ കഴിക്കണ്ട. കഴിക്കണ്ട. ഞാനെന്താ വെച്ചാല് ആ ബൈപ്പാസ് വേണമെങ്കിൽ വേഗം ചെയ്തോട്ടെ വെച്ചിട്ട് പറഞ്ഞാണ് മാറേ. ഞങ്ങൾ അതിനെ കുറിച്ച് തന്നെ പോയൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. അതായത് ഈ ബൈപ്പാസ് നടത്തണം, പിന്നെ ഉള്ള കല്യാണം നടത്തണമല്ലോ. അപ്പൊ ഈ വീടും സ്ഥലവും എല്ലാം കൂടെ ഒരു വിലയ്ക്ക് അങ്ങോട്ട് വിറ്റാലോ എന്ന് ആലോചിക്കുക. അത് അങ്ങനെ വേണോ പെട്ടെന്ന്? അല്ല എല്ലാം ഒന്ന് ശരിയായി വരണമെങ്കിൽ അത് നടത്തിയേ പറ്റുള്ളൂ. എന്നിട്ട് എവിടെയെങ്കിലും മാറിയിട്ട് കുറച്ച് സ്ഥലവും വീടും ഇച്ചിരി പട്ടിക്കാട്ടിലോട്ടായാലും കുഴപ്പമില്ല, ഒരു 5 സെന്റ് സ്ഥലമായിട്ട് ബാക്കിയിൽ അങ്ങനെയൊന്നും നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ശരിയാവോ? എന്താ ഈ പറയണത്? അല്ല അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ എവിടെയെങ്കിലും നമ്മുടെ ഇവിടെ തന്നെ നോക്കാം. കൊടുക്കണം തന്നെയാണ് വെച്ചാല് ഈ കൊളയിൽ പെട്ടതാ. പിന്നല്ലാണ്ട് കൊളാക്കാഞ്ഞാ മതി. അത് ഞാൻ ഈ വസ്തു വാങ്ങുമ്പോഴേ ആ കുളം ഇവിടെ ഉണ്ട്. കൃഷിക്കെല്ലാം വെള്ളം എടുക്കണം അതിൽ നിന്നാണ്. ഈ തെങ്ങേ ഞാൻ എണ്ണിയ നേരത്തെ പോകുമ്പോ ഈ തെങ്ങ് എണ്ണീല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം കോയക്കായി? ഒന്നുകൂടി എണ്ണിക്കോട്ടെ, എണ്ണം കൂടുന്നല്ലോ. അതിനിപ്പോ എനിക്കെന്താ? ഒഴുകൊക്കെ നക്ഷത്രം എടുക്കണ്ട. ഇതിപ്പോ അത് പുളിയുറുമ്പോ അത് പെരന്നല്ല പടച്ചോന്റെ അതല്ല. ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട് ഇപ്പോ? ഇത് 27 സെന്റ് സ്ഥലമാണ്. എത്ര സെന്റിന് പറയുന്നു? സെന്റിന് ഇപ്പോ 4 ഉറുപ്പ്യൊക്കെ ഇപ്പൊ ഇവിടെ വില ഉണ്ട്. ഇപ്പൊ ഇവരുടെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ കാരണം ഒരു 3 ഉറുപ്പ്യ കിട്ടിയാ കൊടുക്കും. 4 ഉറുപ്പ്യ? 4 ലക്ഷം? 4 ലക്ഷം? ആ ഇവിടെയാ
ഇവിടെ വെച്ചാ പിന്നെ വേറെ സ്ഥലങ്ങൾക്ക് വരാൻ പറ്റും ഇവിടെ കാണിച്ചിട്ട്? ഇവിടെ 4 ലക്ഷം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ. ഇവിടെ 4 ലക്ഷം ഉണ്ട്. പിന്നെ ഇപ്പൊ അത് വേണ്ട, 3 ലക്ഷം ഉറുപ്പിക കൊടുക്കാന്ന ഓൻ പറയണ കുറച്ച് ആവശ്യം ഉണ്ടാവണ്ടാണ്. അപ്പൊ 3 ലക്ഷത്തിന് എത്ര പൈസ? 27 ലക്ഷം ആകുമ്പോ 27 പറയുമ്പോ 3, 2, 6, 7, 21, 51 ഉറുപ്പിക വരും. 81 ലക്ഷം. ആ എന്താ ഇപ്പൊ നിങ്ങള് 1 കോടി എന്ന് കേട്ടപ്പോ നിങ്ങള് മരിക്കുമല്ലോ. എന്നാ ഞാനൊരു വില പറയട്ടാ. അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. 30 ലക്ഷം അങ്ങോട്ട് തരാം. നടക്കോ? ഏത് സെന്റ്? മേത്ത് തേക്കണ സെന്റാ? അല്ല എന്താ നിങ്ങള് പറഞ്ഞത്? ഒരു സ്ഥലല്ലേ ഇത്? എന്നാ 35. അത് നടക്കുവോ? നടക്കൂല, ഇരിക്കും. അങ്ങടെ കായ് ഇങ്ങടെ മടിക്കൂത്തിൽ ഇരിക്കും. അല്ല കള്ളന്മാരും കൊണ്ടുപോകാണ്ട് ചോദിച്ചാൽ അല്ലാണ്ട് എന്താ എന്നാ 40. ഒന്നും പറയണ്ട ഇങ്ങോട്ട്. 40. ഞങ്ങളേ നടക്കൂലേ? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇന്നും ആലോചിക്കണ്ട. ആലോചിച്ചിട്ട് പറയാം. എന്നാ 45. അതിന് കൂടുതൽ 1 ഉറുപ്പികയും തരൂല. ഈ കച്ചവടമായിക്കോ. അഡ്വാൻസ് ഇപ്പൊ പിടിച്ചോ. എന്താക്കുന്നു? നമ്മള് വസ്തു കൊടുക്കണില്ലെന്ന് പറഞ്ഞേ. അതെ ആലോചിച്ചിട്ട് പറയണ്ട് രാഘവ. അത് ഇജിപ്പൊ പോയിക്കോ. ആലോചിച്ച് കുത്തിയിരിക്കൂല. എന്ത് ജാതി മനുഷ്യനാണ് ഇയാള്? കന്നാലി കച്ചവടത്തിന് വന്നതാണ് കോയക്ക. നോക്കിയിട്ട് കാര്യം. എപ്പരൊക്കെ ബ്രോക്കർമാരാണ്. അവരങ്ങനെ നമ്മുടെ 45 വാങ്ങിയിട്ട് 90 കൊടുക്കും അവര്. 90? പിന്നെ അല്ലാണ്ട് അവരൊക്കെ ആ ജാതി കച്ചവടക്കാരാണ്. അത് കുഴപ്പമില്ല. നമുക്ക് വേറൊരാളെ കണ്ടെത്താം. വേറൊരു ബ്രോക്കർ ഉണ്ട്, അതൊന്ന് നോക്കട്ടെ. ഹലോ. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. പത്തനംതിട്ടയിൽ നമുക്ക് സ്ഥലം ഉണ്ടല്ലോ. അവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ പത്തനംതിട്ടയ്ക്ക് വിട്ടോ. ഞാൻ അവിടെ ആളുകളുണ്ട്, ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കാം കേട്ടോളേ. പാലക്കാടോ? പാലക്കാട് അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുണ്ട്. കൊഴിഞ്ഞാമ്പാറ പാറയിൽ ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നിങ്ങൾ ആദ്യം സ്ഥലം വന്ന് നോക്ക്, എന്നിട്ട് ഏതാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അത് എടുത്താൽ മതിയല്ലോ. പിന്നെന്താ, 4 സ്കൂൾ തുടങ്ങാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ 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 ആയിക്കോട്ടെ. എന്താണ്? അല്ലെ ഞങ്ങളവിടെ മഴ പെയ്തപ്പോഴേ നിൽക്കാൻ ഒരു സ്ഥലമില്ല. അപ്പൊ ഇങ്ങോട്ട് കയറിയിരുന്നതാ. പുറത്താ? അദ്ദേഹം തമാശ പറഞ്ഞതാ. അല്ലാണ്ട് ഇവിടെ എന്തിനാ വരുന്നത്? ഇവിടെ സ്ഥലത്തിന്റെ കാര്യത്തിനല്ലേ ആൾക്കാർ. എന്താ പറയും? കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടേ. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ വന്നതാണ്. അതെയോ? എത്ര ഏക്കർ ഉണ്ട്? ഏക്കറൊന്നുമില്ല, ഒരു 27 സ്ഥലവും വീടും ഉണ്ട്. 27? വെറും 27 സെന്റോ? അല്ലല്ല, അതിന് വീടുണ്ട്. 27 സെന്റ്. വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? വീട് ഒരു 8000 9000. പാലസല്ലേ, വീടാണ്. 1600 സ്ക്വയർ ഫീറ്റ്. അത്രേ ഉള്ളൂ. 1600? അയ്യോ, അതിലൊക്കെ ആൾക്കാർ താമസിക്കോ? അല്ല, ഈ 1600-ലൊക്കെ ആൾക്കാർ ശരി. ഇത് എവിടെയാണ് ഏകദേശം സ്ഥലം? എവിടെയായിട്ട് വരും ഇത്? നമ്മൾ ഈ കല്ലുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ? കല്ലുരുട്ടിയാണ്. അയ്യോ, അത് ഒരുമാതിരി പട്ടിക്കാട് പോലത്തെ സ്ഥലമാണല്ലോ. പട്ടിക്കൂടൊന്നുമില്ല അവിടെ പട്ടിനൊന്നും വളർത്തണില്ല. അല്ല, പട്ടിക്കാട് പോലത്തെ സ്ഥലമാണ് പറയാ അവിടെ. പിന്നെ എന്താ വെച്ചാലേ അവിടെ ആരും വന്ന് താമസിക്കില്ല, അതാണ്. അല്ല, ഇനിയിപ്പോ ആരും വന്നാലും താമസിക്കാൻ സ്ഥലവും ഇല്ല. അവിടെ നിറച്ച് വീടാണ്, എല്ലാരും വീട് വെച്ച്. അതെയാ? ഇനിയിപ്പോ കൊടുക്കാനേ ഉള്ളൂ, അല്ലാണ്ട് വെക്കാൻ സ്ഥലമൊന്നും ഇല്ല. ഇതിലിപ്പോ ആരുടെയാണ് സ്ഥലം? നിങ്ങളുടെ ആണോ അതോ നമ്മുടെ? സ്ഥലം നിങ്ങളുടെയാണ്. അപ്പൊ നിങ്ങൾ പറയും. ആര് പറഞ്ഞാലും സ്ഥലം എത്ര തന്നെയാണ്. എന്താണ് ഇപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചോദിക്കണം എത്രയാണ്? അല്ല, നമുക്ക് 27 സെന്റ് സ്ഥലവും വീടും കൂടെയാണ് ഉള്ളത്. അപ്പൊ സെന്റിന് ഇപ്പൊ ഒരു അവിടെ 4 ഉറുപ്പിയൊക്കെ വിലയൊക്കെ ഉണ്ട്. നമുക്കിപ്പോ ഒരു 3.5 അങ്ങനെ വെച്ച് കിട്ടിയാലും അവിടെ കല്ലുരുട്ടിയിലോ? 4? അല്ല, അതെ, ഒരു 3 ലക്ഷം രൂപ കിട്ടിയാ മതി. അയ്യോ, അതൊന്നും കിട്ടില്ല അവിടെ. ആ വിലയൊന്നും ഇല്ല അവിടെ സ്ഥലത്തിനെ, അതാണ്. അവിടെ വന്ന അവിടെ ഉള്ളവർക്കൊക്കെ അറിയാതെ സ്ഥലത്തിന്റെ വില. ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ വന്ന് നോക്കട്ടെ ഏട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്പർ ഇവിടെ വെച്ചിട്ട് പോയിക്കോളി. ഫോൺ നമ്പർ അല്ലേ? നമ്പർ നമ്പർ കൊടുക്കാം. അപ്പൊ എപ്പോഴാ വരിക? ഞങ്ങള് വരാന് നാളെ ഏതായാലും ഒഴിവില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേല എടുത്തിട്ട് അത് ചെയ്താ മൂപ്പില് നോക്കണ നേരം കൊണ്ടേ നമുക്ക് നാളെ ഒഴിവില്ല.
അത് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച എനിക്ക് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് പോകണം. പിന്നെ 2 ക്ലൈന്റ് ഉണ്ട് അടുത്ത ദിവസം. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് സ്ഥലം കാണിക്കണം. പിന്നെ അയ്യോ ഒരു കാര്യം ചെയ്യേ, നിങ്ങളൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരി, അത് നല്ലത്. അല്ല നിങ്ങളൊരു കാര്യം ചെയ്തോളാം, നിങ്ങളൊരു 3 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാ മതി. അല്ല അത് വേണ്ട. അല്ല ഞങ്ങൾക്ക് ഒഴിവില്ല 3 ആഴ്ച. ഒരു കാര്യം ചെയ്യാം, ഞാന് നാളെ തന്നെ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഒഴിവായിട്ട് നിക്കാം. ഇതില് നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചോളി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ ശരി. കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണെങ്കിൽ വിൽക്കാനായിട്ട്. അങ്ങനെയൊന്നുമില്ല, വലിയ അത്യാവശ്യമൊന്നുമില്ല. എന്നാ പിന്നെ ഇത്തിരി ഒരു സൗകര്യത്തിലേക്ക് മാറാൻ വേണ്ടിട്ടാണ്. എന്റെ പേര് കോയ. കോയ. എന്നാ ശരി. ശരി ഓക്കെ ഓക്കെ. അപ്പൊ നാളെ കാണാട്ടോ. ഞാൻ വർത്താനം പറയും ജഡ്ജി വെറുതെ അതിന്റെ ഇടയ്ക്കൂടെ കത്തി കണ്ടുകൊണ്ട് ഇജെന്ത് പണി കാണണം. അവിടെ നമുക്ക് അത്യാവശ്യം പറയാൻ കണ്ട കാര്യം. പെട്ടെന്ന് ഇവിടെ നിന്ന് താഴെ നിൽക്കണ്ട. വണ്ടി പോണു. അയ്യോ ഇത് സത്യം സാറാണല്ലോ. ആ സുഗത, എന്താ സാറേ? നീ എവിടെയാണ്? ഞാന് സാറ് പറഞ്ഞില്ല മിലിറ്ററിക്കാരന്റെ വീട്, അതൊന്ന് നോക്കാൻ വന്ന. ആ ഓക്കെ ഓക്കെ. അതേ നമുക്കൊരു ഉഗ്രം കോൾ ഒത്തു വന്നിട്ടുണ്ട്. എവിടെ സാറേ? അത് മറ്റേ കല്ലൂർട്ടി പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ്. എന്താ പേര്? മന്മഥൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മന്മഥൻ? അയാൾക്ക് 27 സെന്റ് സ്ഥലവും അതിനകത്തൊരു വീടുണ്ട്. അതെ. അപ്പൊ അവര് ചോദിക്കണത് 3 ലക്ഷമാണ്. അതുകൊണ്ട് സാറേ അവിടെ നല്ല വിലയുള്ള സ്ഥലല്ലേ? അത് നമുക്കല്ലേ അറിയുള്ളൂ, അവർക്ക് അറിയില്ലല്ലോ. എന്താ പറയണ, ഈ നാട്ടിലുള്ളവർക്കൊക്കെ ആ വില അറിയില്ലേ? ഏയ് അതിലൊന്നും കാര്യമില്ല, അതൊന്നും അവർക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പിന്നെ മാത്രമല്ല അവർക്ക് അത് അത്യാവശ്യമാണ്, വിറ്റിട്ട് എത്രയും പെട്ടെന്ന് പോകണം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാ, നമ്മളുടെ കളി കളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥലം നമ്മളുടെ കയ്യിലാക്കുക. ഓ ആ കാര്യം ഞാൻ ഏറ്റ്. എന്താ സംഭവം? എവിടെയാ? കല്ലൂർട്ടിയിലേ ഒരു 27 സെന്റ് സ്ഥലം ഒരു പെരേടെ ഉണ്ട്. 3 ലക്ഷം റുപ്യ പറയണം സെന്റിന്. 3 സത്യം സാർ വിളിച്ചു പറഞ്ഞ. അപ്പൊ നമ്മള് പതിവ് കളി കളിക്കണം. ആദ്യം പോവോ ഞാൻ പോവോ? ഞാൻ പോവാ. എന്നിട്ട് അങ്ങനെയാണല്ലോ സാധാരണ. അപ്പൊ ഞാൻ പോയിട്ട് ഒരു 3 പറഞ്ഞു, ഞാനൊരു 2.5 പറയും. അപ്പൊ ഒരു ഒക്കുലാന്ന് പറയും. അതെ. അപ്പൊ ഞാൻ തിരിച്ചു പോരും. എന്നിട്ട് ഞാൻ പോവും. ഞാൻ പോയിട്ട് ഒരു 1.5 തരണോന്ന് ചോദിക്കും. അപ്പൊ ഒരു തരില്ലല്ലോ. അപ്പൊ ഒരു വീണ്ടും എന്നെ വിളിക്കും. 2.5 ഞങ്ങൾ ഓക്കെ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇല്ല, ആവശ്യക്കാർക്ക് വേറെ സ്ഥലവും വീടും കിട്ടി, അത് നടക്കൂല പറയും. അപ്പോഴോ? അപ്പൊ എന്നെ വിളിക്കും. നിങ്ങൾ 1.5 പറഞ്ഞു എന്ന് പറഞ്ഞ് അവര് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ഞാൻ അവസാനം ഒരു 2 അവര് പറയുമ്പോ അതിൽ ഓക്കെ പറയും. അങ്ങനെ 2 ലക്ഷം റുപ്യക്ക്. ഒറ്റ മിനിറ്റേ, ഇനിയിപ്പോ ആദ്യം ഞാൻ ചെല്ലല്ലേ, ഞാൻ ചെന്ന് ഈ 2.5 പറയുമ്പോ ഓരായില്ലാണ്ട് ഓക്കെ ആയാലും എന്താക്കും? ഓക്കെ പറയണം. അടുത്ത മാസം ആളെ കൂട്ടിയിട്ട് വരാ പറഞ്ഞിട്ട് ഒറ്റ മുങ്ങല്, പതിവ് മുങ്ങല്. അപ്പൊ ഇന്ന് കോളെത്തിട്ടോ. പോവാ.